ഞാൻ അടിപൊളി ഇന്റർവൽ പഞ്ചൊക്കെ അടിപൊളി ഒരു പേടിപ്പിക്കുന്ന സീനായിട്ടാണ്. സൗണ്ട് അടിപൊളി വർക്ക് ആവുന്നുണ്ട്. 1-2 സീനകത്ത് നമ്മൾ പേടിക്കും. സൗണ്ട് ഡീറ്റെയിലിംഗ് ഒക്കെ പക്ക കേട്ടോ, സൗണ്ട് ഡീറ്റെയിലിംഗ് ഒക്കെ പക്കയാണ്. ഒരു പൂച്ച നടന്നു പോകുന്ന സൗണ്ട് വരെ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ കാറ്റടിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. കാറ്റടിക്കുന്ന ഭയങ്കര തണുത്ത കാറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പടം കാണുന്നതിനോടൊപ്പം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതല്ലേ. എക്സ്പീരിയൻസ് കണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്ത് കാണുന്ന ഒരു സിനിമയായിരിക്കും. പേടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അടിപൊളി പ്രകടനമാണ്. പിന്നെ ഒരു ബെഞ്ച് മാർക്ക് ആണോന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല ഡീസന്റ് പ്രകടനം തന്നെയാണ്. സിനിമ ഇപ്പോൾ ഒരു അടിപൊളിയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു നടൻ്റെ പ്രകടനം അങ്ങനൊന്നും നമുക്ക് തോന്നുന്നില്ല. പടം മൊത്തത്തിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലായാലും ആർട്ടായാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് അടിപൊളിയാണ്. എനിക്ക് ഞാൻ പുള്ളിയുടെ ഡാഡി ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അതല്ല, സൗണ്ട് കേട്ടപ്പം അതല്ലെന്ന് മനസ്സിലായി. ചിലപ്പോൾ വരുമായിരിക്കും, അറിയത്തില്ല. പുള്ളി പ്രൊഫൈൽ പിക്ചറൊക്കെ ഈ റെഡ് ആക്കിയത് കൊണ്ട് വരുമെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇനി ലാലേട്ടൻ ഫാക്ടറി കാണിച്ച ആളെ കയറ്റാനുള്ള പരിപാടിയാണോ എന്ന് അറിയത്തില്ല. ഇതുവരെ ലാലേട്ടൻ വരാനുള്ള സാധ്യതകളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ഇനി വരുമോ എന്നറിയില്ല. ഈ മൂഡാണ് പോകുന്നതെങ്കിൽ പടം അടിപൊളിയാവും. ഇത് എങ്ങനെ മറ്റുള്ള ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കും, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ കണ്ടു എന്നുള്ള സിനിമ നമ്മൾ കാണുന്നതിനോടൊപ്പം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള സൗണ്ട് മിക്സിങ് ആയാലും എല്ലാം കൊള്ളാം.